പറഞ്ഞോളൂ, എന്താ പ്രതികരിക്കാനുള്ളത്? ആര് ജയിക്കും? വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ 3 രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചോദിക്കാനുള്ളത്. ഈ കോടതികൾക്ക് മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതി റിട്ട് ഹർജി സമർപ്പിക്കാത്തത്? അതായത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന്. പക്ഷെ കോടതി പോകുന്നില്ല പാർട്ടികൾ. ഓക്കെ, ചോദിച്ചോളൂ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ MP വയനാട്ടിൽ വരുന്നില്ല എന്നുള്ളത് ഞാനൊരു പരാതിയായിട്ട് പറയുന്നില്ല. അദ്ദേഹം പാർലമെന്റിൽ പോണ്ടേ. 52% അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് പാർലമെന്റിൽ. അദ്ദേഹം പക്ഷേ 8 ഡിബേറ്റുകളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കാമായിരുന്നിട്ട് പോലും ദേശീയ ശരാശരിക്ക് താഴെയാണ് അദ്ദേഹത്തിന്റെ. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായത്തിൽ 5 വർഷത്തിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളും പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പെർഫോമൻസ് മാത്രം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം എന്ന് പറയുന്നത് പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു MP എങ്ങനെ നമുക്ക് ഇനി വിശ്വസിക്കാൻ പറ്റും? എങ്ങനെ ഇക്കൂട്ടരെ വിശ്വസിപ്പിച്ച് വീണ്ടും പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റും? ഓക്കെ, അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഷംഷാദ്, എന്താ അവസ്ഥ ഇവിടെ വയനാട്? സംസാരിച്ചോ? ഞാൻ വളരെയധികം ജനങ്ങള് സ്വന്തം താമസ സ്ഥലത്തിന് ഭൂമിയില്ലാതെ നിൽക്കുമ്പോൾ 2019 ഇവിടെ ഹാരിസന്റെയും മറ്റേ കയ്യിലുള്ള 38,000 ഏക്കർ ഏറ്റെടുക്കണമെന്ന് ഗവൺമെന്റ് സെക്രട്ടറി നിർദ്ദേശം കൊടുക്കുക. പക്ഷെ കേരളത്തില് വയനാട് മാത്രം കേസ് കൊടുത്തില്ല. ഇതിന് ഒരു ഉത്തരം ആരെങ്കിലും തരും? ഓക്കെ, അത് ഭൂമി ഏറ്റെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കാത്തതിന്റെ തടസ്സം എന്താണ്? പറഞ്ഞോളൂ. വയനാട് മെഡിക്കൽ കോളേജിനെ പറ്റി ചോദിക്കാം. സാധാരണ ജില്ലാ ആശുപത്രിയുള്ള സമയത്ത് അവിടെ ഏറ്റവും നല്ല ചികിത്സ കിട്ടിക്കൊണ്ടിരുന്നതാണ്. മെഡിക്കൽ കോളേജിന് ശേഷം അവിടെ സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൂട്ടുകാരനെ വൈകുന്നേരം വരെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് ഹെഡ് സർജറിക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യം അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് മിംസിലേക്കാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോരെ ഈ കേരളത്തിൽ? എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? അതിനാണ് പറയാനുള്ളത്. ആരോടുള്ള ചോദ്യമാണ്? MP യോടുള്ള ചോദ്യമാണോ MLA യോടുള്ള ചോദ്യമാണോ? ഇപ്പൊ ഭരിക്കുന്നവരല്ലേ, ഭരിക്കുന്ന പാർട്ടിയോട്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതാണ് കേൾക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു 27 കോടിയിലധികം ചെലവഴിച്ചു. വെറുതെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ, നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് അനുയോജ്യമായ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ രാത്രിയാത്രാ നിരോധനം, വയനാട് റെയിൽവേ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു. എന്തായിരുന്നു ഇവിടെ ജില്ലാ ആശുപത്രിയായ സ്ഥിതി? ഇവിടെ ജില്ലാ പഞ്ചായത്താണല്ലോ. ആദിവാസി സ്ത്രീകൾ ഉൾപ്പെടെ ആംബുലൻസിൽ പ്രസവിച്ച് ഈ നാടിന് രാജ്യത്തിന് തന്നെ അപമാനമാകുന്ന സാഹചര്യമായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു. ഇപ്പൊ മാറ്റണ്ടേ? മെഡിക്കൽ കോളേജിനകത്തേക്ക് നിങ്ങൾ വരണം. മെഡിക്കൽ കോളേജിനകത്തേക്ക് വരണം. കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഒരു ICU ആംബുലൻസ് അല്ല അനുവദിക്കേണ്ടത്. ഒരു ICU ആംബുലൻസ് അല്ല MP ഈ മെഡിക്കൽ കോളേജിന് അനുവദിക്കേണ്ടത്. അതാണ് പ്രശ്നം. അനുവദിക്കാൻ വേണ്ടി അവിടെ നഗരസഭാ കൗൺസിൽ. ശരി പറഞ്ഞോ. UDFന്റെ പ്രതിനിധിയോടാണ്. UDFന്റെ പ്രതിനിധിയോട് ചോദിച്ചോളൂ. ഒന്നുമില്ല, നമ്മള് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞങ്ങൾ വയനാട്ടുകാർക്ക് വയനാട്ടിലെ 13 ലക്ഷം വോട്ടർമാരുടെ ശബ്ദമായി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ കേൾക്കുന്നില്ലേ രാഹുലിന്റെ ശബ്ദം? അതൊക്കെ പക്ഷെ ഞങ്ങളുടെ മെമ്പറായി പാർലമെന്റിന്റെ മെമ്പറായി ഇവിടുന്ന് പോകുമ്പോൾ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ പരിഹരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം. രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ കർണാടകത്തിൽ ഭരണം നടത്തുന്ന സമയത്ത് ആ കർണാടകത്തിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായ ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തു. ഒറ്റ വിഷയം കൂടെ ഉള്ളൂ. അതായത് നമ്മള് പിന്നെ ഇപ്പൊ ഇവിടെ വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിച്ചു. വന്യജീവി രാഹുൽ ഗാന്ധി ഇവിടെ വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയം കത്തെഴുതാൻ ഇപ്പൊ എനിക്കും കഴിയും കത്തെഴുതാൻ. രാഹുൽ ഗാന്ധി വേണ്ട കാര്യമില്ല. പക്ഷേ പാർലമെന്റിൽ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ നാളിതുവരെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. MP ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി CPM പ്രതിനിധിയോട് ചോദിക്കൂ. ഈ സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥനുള്ള എല്ലാ
എല്ലാ എന്താ പറയാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഉറപ്പ് നൽകി. എന്നാൽ CPM-ന്റെ നേതാവ് പ്രതികളുടെ കൂടെ മജിസ്ട്രേറ്റിന് മുമ്പോട്ടാണ് കടന്നു വന്നത്. ആ വിഷയത്തിൽ എന്താണ് CPM-ന്റെ പ്രതിനിധിക്ക് പറയാനുള്ളത്? മജിസ്ട്രേറ്റിന്റെ കൂടെ പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെയാണോ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചുകൊണ്ട് ഗുണ്ടാ സംഘത്തെയാണോ അങ്ങോട്ട് കടത്തിവിടേണ്ടത്? ഒരു ചോദ്യം കൂടി. ഈ LDF-ന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ ഒരു ദേശീയ നേതാവാണല്ലോ, ദേശീയ നേതാവാണല്ലോ. അപ്പൊ ഈ ദേശീയ നേതാവ് വയനാട്ടിലേക്ക് കടന്നു വന്നത് BJP-ക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി വന്നതോ? ഈ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കണമെന്ന് CPM-ന് ഇങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ അത് BJP-യെ സഹായിക്കാനാണോ? ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോ. BJP-ക്കാരാണെന്ന് തോന്നുന്നു, പറഞ്ഞോളൂ. അതായത് 65 ഇയേഴ്സിന് മേലെയായി ഭാരതം ഭരിക്കുന്നത്, അതായത് CPM-ഉം കോൺഗ്രസ് ആണ്. അതിന്റെ പുറമെ കേരളം ഭരിച്ചത് മാറി 65 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും CPM ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത്രയും കാലം നടന്നിരുന്ന ഇവിടെ ഭരിച്ചിരുന്ന ഈ കേരളത്തിലെ ജനതയെ മാറി ഭരിച്ചിരുന്ന ഒരു വന്യമൃഗങ്ങളിൽ സംരക്ഷിക്കാൻ ഈ രണ്ട് പ്രതിനിധികൾക്ക്, ഈ ഭരണകക്ഷികൾക്ക് ആവില്ലേ?